കാറ്റത്തെ കിളികളുടെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നികേഷ് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നികേഷിൻ്റെ അടുത്ത് ഹരീഷ് ചോദിക്കുകയാണ്, നീ എവിടെ പോയിരുന്നു? ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചെന്നറിയാവോ? ഈ തിരുവനന്തപുരം നാട് മൊത്തവും ഞാൻ കിടന്നൊക്കെ ഇറങ്ങി. നീ എവിടെ പോയി കാണും? നീ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ ഈ വീട്ടിലെന്നൊക്കെ പറഞ്ഞ് ഹരീഷ് ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നികേഷിന് ഭയങ്കര വിഷമം വരുന്നുണ്ട്. ഹരീഷ് ഏട്ടാ എന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കൂടെ കരയുന്നുണ്ട്. നീ എന്താ ഞങ്ങളെ വിട്ട് പോകാൻ തീരുമാനിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ ഹരീഷ് കരയാണ്. അപ്പം നിധി പറയാണ്, ഹരീഷേ നീ ഇങ്ങോട്ട് മാറി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അവൻ്റെ അടുത്തെന്ന് പറയാണ്. അപ്പോൾ ഹരീഷ് അവിടെ നിന്ന് മാറുകയാണ്. എന്താ നീ വന്നപ്പോൾ താലവും വിളക്കും എടുക്കാൻ ഞാൻ വിട്ടുപോയി, എന്താ അത് എടുക്കണമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. നീ വലിയ സാമർത്ഥ്യക്കാരനാണെന്ന് പറഞ്ഞ് പോയതല്ലേ, എന്താ നിൻ്റെ ചേട്ടന്മാരെ തോൽപ്പിക്കാനാണോ നിൻ്റെ പ്ലാൻ? എന്തായാലും ചേട്ടന്മാരെ തോറ്റ് നീ ജയിച്ച്, നിനക്ക് സമാധാനമായോ എന്ന് ചോദിച്ചുകൊണ്ട് നികേഷിനെ കുറേ വഴക്ക് പറയാണ് നിധി. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നികേഷ് കരഞ്ഞുകൊണ്ട് പറയാണ്, ഏട്ടത്തി എനിക്കൊരബദ്ധം പറ്റിപ്പോയി. അബദ്ധമോ? നിനക്ക് നിൻ്റെ ചേട്ടന്മാരെ കുറിച്ച് എന്തെങ്കിലും വിചാരം ഉണ്ടായിരുന്നു നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഇത്രയും സമയം കൊണ്ടും അവരെന്തുമാത്രം വിഷമിച്ച് സങ്കടപ്പെട്ടെന്ന് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി ഈ നാട്ടിലെങ്ങുമില്ല നിന്നെക്കുറിച്ച് അന്വേഷിക്കാൻ എന്ന് നിധി പറയുകയാണ്. നീ നിന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നീ എങ്ങോട്ടോ പോയി. അപ്പം നീ വീട്ടിൽ ഇരിക്കുന്നവരെ കുറിച്ച് എന്തെങ്കിലും ചിന്ത നിനക്ക് ഉണ്ടായിരുന്നോ? പോട്ടെ, നിൻ്റെ ഈ സുഭാഷ് ഏട്ടനെ കുറിച്ചെങ്കിലും നീ ചിന്തിച്ചായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പോകുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ നിന്നെ ഇവരെ ഇത്രയും വളർത്തി വലുതാക്കി അവരോടൊരു സ്നേഹം പോലും നിനക്ക് തോന്നിയില്ലേ നീ പോകാൻ നേരത്ത്? അവർ സങ്കടപ്പെടുമോ എന്ന് പോലും നീ ചിന്തിച്ചോ എന്ന് ചോദിച്ചിട്ട് നിധി കുറേ വഴക്ക് പറയുമ്പോൾ നികേഷ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, ഏട്ടത്തി എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എന്നും പറഞ്ഞ് കൈകൂപ്പി സങ്കടത്തോടെ കരയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് സുധീഷിനും ഹരീഷിനും സുഭാഷിനും വിഷമം വരുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയാണ്, പൊട്ടുമോളെ അവനൊരു അബദ്ധം പറ്റിയായിരിക്കും, അവൻ്റെ പെട്ടെന്ന് മാനസികാവസ്ഥ കൊണ്ടായിരിക്കും അവൻ അങ്ങനെ ചെയ്തേ എന്ന് പറയാണ്. അപ്പോൾ നിധി പറയാണ്, പെട്ടെന്നൊരു മാനസികാവസ്ഥ വന്നെന്നും പറഞ്ഞ് എന്തും ചെയ്യാൻ പറ്റുമോ? മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കണ്ടേ എന്നും ചോദിച്ച് നിധി വീണ്ടും പറയുന്നുണ്ട്. എന്തായാലും നികേഷിനെ എല്ലാവരും കൂടെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയാണെങ്കിൽ എല്ലാവരും കിടക്കുകയാണ്. ഇതെല്ലാം പുറത്തുനിന്ന് ഭാസ്കരൻ കേൾക്കുന്നുണ്ട്. ഭാസ്കരനും നികേഷ് തിരിച്ചു വന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അങ്ങനെ നിധിയും രാത്രി കിടക്കാൻ നേരത്ത് നിധി എല്ലാവരും ഉറങ്ങിയോ കടന്നോ എന്നറിയാൻ വേണ്ടി അവർ കിടക്കുന്ന ഭാഗത്തേക്ക് വരികയാണ്. അവിടെ വരുമ്പോൾ നിധി കാണുന്നത് സുഭാഷാണെങ്കിൽ വിഷമത്തോടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാം ഉറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് സുഭാഷാണെങ്കിൽ ഒരു തുണിയെടുത്ത് നികേഷിൻ്റെ കാലിൽ കെട്ടി, എന്നിട്ട് മറ്റേ അറ്റം എടുത്ത് തൻ്റെ കാലിൽ കെട്ടുകയാണ്. അപ്പം നിധി ഇതൊക്കെ കാണുന്നുണ്ട്. കെട്ടിക്കഴിഞ്ഞ് സുഭാഷ് നോക്കുമ്പോൾ നിധി അവിടെ നിൽക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് നികേഷ് ചാടി എണീക്കുന്നത്. എന്താ ഏട്ടാ ഇത് എന്ന് ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല, എന്തിനാ എൻ്റെ കാലയിൽ കെട്ടിയതെന്ന് നികേഷ് ചോദിക്കുകയാണ്. ഇനി രാത്രിയിലെങ്ങാനാവുമ്പോൾ നിനക്ക് ഇവിടുന്ന് പോകണമെന്ന് തോന്നിയാലോ? ഞങ്ങൾ ആരും അറിയത്തില്ല, ഞങ്ങളെല്ലാവരും ഉറങ്ങിപ്പോകത്തില്ലേ? കാലേ കെട്ടി വെക്കുമ്പോൾ നീ എണീക്കുമ്പോൾ ഞാൻ അറിയുമല്ലോ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നികേഷിന് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. നിനക്ക് എപ്പോഴാണ് ഞങ്ങളെ വിട്ടു പോകണമെന്ന് തോന്നുന്നു അറിയാൻ പറ്റത്തില്ലല്ലോ എന്ന് സുഭാഷ് വളരെ സങ്കടത്തോടെ പറയുമ്പോൾ നികേഷ് ആണെങ്കിൽ പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് സുഭാഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇനി ഒരിക്കലും ഞാൻ വിട്ടു പോകത്തില്ല ഏട്ട വിഷമിക്കേണ്ട, എന്നെ ഓർത്ത് സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞ് കരയുകയാണ്. ഇതൊക്കെ നിധി അവിടെ നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ കെട്ടിപ്പിടിച്ച് സുഭാഷും നികേഷും കൂടെ കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ നിധി അങ്ങ് തിരിച്ചു പോവുകയാണ്. അങ്ങനെ നേരം വിളിക്കുമ്പം നികേഷ് കോളേജിലേക്ക് പോരുമ്പോൾ സുഭാഷ് പറയാണ്, നീ ഒരു കാര്യം ചെയ്യ്, നിധിയുടെ കൂടെ അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് നിൻ്റെ മനസ്സൊന്ന് ശാന്തമാവട്ടെ, അതിന് ശേഷം കോളേജിൽ പോയാൽ മതി എന്ന് പറയാണ്. അപ്പോൾ നികേഷ് പറയാണ്, ഏട്ടൻ വിഷമിക്കേണ്ട, ഇന്നലത്തെ കൂട്ടൊരബദ്ധം ഞാൻ ഇനി കാണിക്കത്തില്ല. എന്നാലും വേണ്ട മോനെ, നീ ആണെങ്കിൽ നിധി അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുന്നു, നിധിയുടെ കൂടെ അമ്പലത്തിലൊക്കെ പോയി മനസ്സിനൊന്ന് സമാധാനം ആവട്ടെ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നിധി ഒരുങ്ങി വരികയാണ്. ഞാനും നികേഷിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, നീയും കൂടെ വാ, എന്നാലും നീ ഒരുങ്ങി നിൽക്കല്ലേ, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ നികേഷിനെയും വിളിച്ചുകൊണ്ട് നിധി അമ്പലത്തിൽ പോവുകയാണ്. തൊഴുതിന് ശേഷം ആൽമര ചുവട്ടിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ നിധി ചോദിക്കുന്നത്, നീ ഇന്നലെ ചെയ്തത് എന്ത് വലിയ തെറ്റാണ്, നിനക്ക് വല്ല ബോധ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നികേഷ് പറയാണ്, എനിക്ക് ബോധ്യമുണ്ട്, പിന്നെ നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് പറയാണ്. നിൻ്റെ ഏട്ടന്മാർ എന്തുമാത്രം വിഷമിച്ച് അവർ ഈ നാട് മൊത്തം നിന്നെ തിരക്കി നടന്ന്, നീ ഇല്ലാതെ അവർക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറയാണ്. അപ്പോൾ നികേഷ് പറയാണ്, എൻ്റെ ഒരു മാനസികാവസ്ഥ അങ്ങനെ ആയിരുന്നു ഏട്ടത്തി. എൻ്റെ അമ്മയും എൻ്റെ ഏട്ടന്മാരുടെ അമ്മയും ഒന്നല്ല എന്നറിഞ്ഞ ആ നിമിഷം എനിക്ക് അതിൻ്റെ സങ്കടം കാരണം സഹിക്കാൻ വയ്യായിരുന്നു. ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരികയാണെന്ന് പറയാണ്. അപ്പം നിധി പറയാണ്, ഇതിനെ സങ്കടപ്പെടുന്നത്, പക്ഷെ നിങ്ങളുടെയൊക്കെ അച്ഛന്മാർ ഒന്ന് തന്നെയല്ലേ? മാത്രമല്ല ഇതേപോലെ 3 ഏട്ടന്മാർ നിനക്കുള്ളത് നിൻ്റെ ഭാഗ്യമാണ്. അവർ നിന്നെ എന്തുമാത്രം നന്നായിട്ടാണ് നോക്കുന്നത്. മാത്രമല്ല നീ ഇല്ലാതെ അവർക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ഇന്നലത്തോടെ എനിക്ക് മനസ്സിലായി. നീ അവരെ കളഞ്ഞിട്ട് പോയാൽ നീയല്ല തകരുന്നത്, അവരാണ് തകരുന്നതെന്ന് നിധി പറയാണ്. നീ ഒരിക്കൽ പോലും നിൻ്റെ മനസ്സിൽ തെറ്റായ ഒരു ചിന്തയും വരാൻ പാടില്ല എന്ന് പറയാണ്.
അപ്പം നികേഷ് പറയാണ് ഇപ്പോഴും അത് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം ഏട്ടത്തി എന്ന് പറയാണ്. അപ്പം നിധി പറയാണ് സ്വന്തമായിട്ട് ഏട്ടനുണ്ടായിട്ടും അതിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത ആളാണ് ഞാൻ. പക്ഷെ നിന്നെ പൊന്നുപോലെ നോക്കുന്ന 3 ഏട്ടന്മാരുണ്ട്. അവരെ നീ ഒരിക്കലും വിഷമിപ്പിക്കല്ലേ. അവർക്കൊരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യല്ലേ. നിനക്ക് മാത്രമേ ഉള്ളൂ അവരുടെ അമ്മയും നിൻ്റെ അമ്മയും രണ്ടാണെന്നുള്ളൊരു തോന്നൽ. പക്ഷെ അവർക്കങ്ങനെയല്ല. ഈ കാര്യങ്ങൾക്കെല്ലാം അവർക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നിട്ട് ഒരിക്കൽ പോലും അവർ നിന്നോട് തെറ്റായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്താ നീ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നതെന്ന് നിധി ചോദിക്കുകയാണ്. എന്നാലും ഞാൻ ഈ കാര്യം അറിയേണ്ടതല്ലേ ഏട്ടത്തി? എന്നോടാരും പറഞ്ഞില്ലല്ലോ. അതെനിക്ക് സഹിക്കാൻ പറ്റാതായിപ്പോയെന്ന് പറയുകയാണ് നികേഷ്. അപ്പം നിധി ചോദിക്കുകയാണ് ഇത് നീ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഇതുപോലെ ഒന്ന് സങ്കടപ്പെടും. അതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞത്. ഇനി അതുകൊണ്ട് നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യല്ലേ എന്ന് പറയാണ്. അപ്പം നികേഷ് പറയാണ് എനിക്കെല്ലാം മനസ്സിലായി ഏട്ടത്തി എന്നും പറഞ്ഞ് അവർ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് സുഭാഷാണെങ്കിൽ അവിടെ ഫുഡെല്ലാം റെഡിയായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നികേഷ് കോളേജിൽ പോകാനായിട്ടെല്ലാം റെഡിയാകുമ്പോൾ സുഭാഷ് അങ്ങോട്ട് വന്നിട്ട് പറയാണ് മോനെ നീ ഇന്ന് കോളേജിൽ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. പോകുന്നേട്ടാ എന്ന് പറയാണ്. ഇന്നലത്തെ പോലെ നീ വേറൊന്നും ചിന്തിക്കല്ലേ. നീ ഞങ്ങളുടെ കുഞ്ഞനിയൻ തന്നെയാണ്. നീ ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നീ ഞങ്ങളുടെ കൺമുൻപിലാണ് വളർന്നത്. ഞങ്ങളുടെ ഹൃദയത്തിലാണ് നീ വളർന്നത്. അതുകൊണ്ട് നീ ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിച്ച് പോവല്ല്. മാത്രവുമല്ല നിൻ്റെ അമ്മയും ഞങ്ങളുടെ അമ്മയും രണ്ടാന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു വേർതിരിവില്ല. എന്നും ഞങ്ങളുടെ പൊന്നനിയൻ തന്നെയാണെന്നും പറഞ്ഞ് സുഭാഷ് പറയുന്നത് കേൾക്കുമ്പോൾ നികേഷിന് ഭയങ്കര സങ്കടത്തോടെ വീണ്ടും കണ്ണ് നിറഞ്ഞ് ഞാൻ നിൽക്കുകയാണ്.